ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. എല്ലാവർക്കും ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൈമുട്ടിലും കാൽമുട്ടിലും ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തെല്ലാം തഴമ്പ് വന്ന് കറുത്ത് പോകുന്നവർക്കുള്ള ഒരു ടിപ്സാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അത് നിങ്ങൾ കേട്ടതിന് ശേഷം അത് ചെയ്തു നോക്കുക. അതായത് ഈ കാലിലും കയ്യിലും എല്ലാം ഈ തഴമ്പ് വന്നു കഴിഞ്ഞാൽ മാറാതെ കറുത്ത് മുട്ടൊക്കെ കറുത്ത് കാലിൻ്റെ മുട്ടൊക്കെ കറുത്ത് നിൽക്കുന്നതായി. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അതിനാദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഴുത്ത പപ്പായയുടെ മാംസളമായിട്ടുള്ള ഭാഗം എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇന്ദുപ്പ് കൂടി ചേർക്കുക. ഇനി അത് കഴിഞ്ഞ് ഒരു 2 നുള്ള് കർപ്പൂരം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം ഈ ഒരു പാക്ക് എവിടെയാണോ കറുപ്പുള്ളത്, കാൽമുട്ടിലാണോ കൈമുട്ടിലാണോ ഏത് ഭാഗത്താണോ കറുപ്പുള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു 10 ദിവസം ചെയ്യുമ്പോൾ നല്ല ഒരു മാറ്റം വരും. നമ്മുടെ ആ ഭാഗത്തെല്ലാം കറുപ്പ് മാറി തഴമ്പ് മാറി നല്ല പൂർണ്ണത ആയി മാറും. അപ്പോൾ ഇനിയുള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടിപ്സ് ഒരു ആയുർവേദ തൈലത്തിനെ കുറിച്ചാണ്. അതായത് ത്രിഫലാദി തൈലം എന്ന് പറയും. സാധാരണ നിങ്ങൾ ത്രിഫലാദി എണ്ണ, ത്രിഫലാദി ഗുളിക ഇതൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. തൈലം കേട്ടിട്ടുണ്ടാവുന്ന ആൾക്കാർ കാണും, എങ്കിലും ഞാൻ പറഞ്ഞതാണ് ത്രിഫലാദി തൈലം. ഇതെന്തിനാണ് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കുള്ള തലവേദന വരുന്ന ആൾക്കാർക്ക്, അതുപോലെ ശിരോരോഗങ്ങൾ, ഒരുപാട് രോഗങ്ങൾ വരുന്ന ആൾക്കാർക്ക്, തലയ്ക്കകത്ത് നീർവീഴ്ച ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഔഷധമാണ്. അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഈ ഒരു ത്രിഫലാദി തൈലം വളരെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തലവേദന വന്നിട്ട് വിട്ടുമാറാതെ നിൽക്കുന്നവർക്ക് ഈ ഒരു ത്രിഫലാദി തൈലം വളരെ ഫലപ്രദമാണ്. വിട്ടുമാറാത്ത തലവേദനയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റാണ്. ഇനി കൊച്ചു കുട്ടികൾക്കെല്ലാം ത്രിഫലാദി വെളിച്ചെണ്ണ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ത്രിഫലാദി വെളിച്ചെണ്ണ വലിയവർക്കും തേക്കാം, കൊച്ചു കുഞ്ഞുങ്ങൾക്കും തേക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം. ഞാൻ 2-3 ഒരുപാട് ആയുർവേദത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.